നല്ല വാക്കുകൾക്ക് നന്ദി. ഒരു കവിത മനസ്സിൽ പിറവിയെടുക്കുമ്പോഴല്ല, അത് മറ്റൊരാളുടെ ഹൃദയത്തിൽ തറച്ചു എന്ന് പറയുമ്പോൾ എഴുതുന്നതിന് അർത്ഥമുണ്ടാവുന്നത്. ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് മനസ്സിലായി. എഴുതിയ വരികളിൽ എഴുതാതെ പോയ കുറേ വാക്കുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയും ഒരുപാട് വായിക്കണം. വായന നമ്മളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ കാഴ്ചക്കാരായി നമ്മൾ മാത്രമേ ഉണ്ടാവൂ. ആകാശത്തിലെ മേഘത്തുണ്ടുകൾ പോലെ ഒട്ടും കനമില്ലാതെ നമുക്ക് ഒഴുകി നടക്കാം. മറുപടിക്കൊപ്പം ഞാൻ എഴുതിയ പുതിയൊരു കവിത കൂടി അയക്കുന്നു. സ്നേഹപൂർവം, ഹരി. പുറത്തൊരിടത്തും അന്വേഷിച്ച് കിട്ടിയില്ല. പിന്നെ ഇവിടുത്തെ ഒരു നേഴ്സിനോട് ചോദിച്ചു. അവരാ സംഘടിപ്പിച്ചു തന്നത്. ഇത് തന്നെ കിട്ടിയത് ഭാഗ്യം. എടാ, ഇത് നമ്മൾ അന്വേഷിച്ചിരുന്ന അതേ ശബ്ദമല്ലേ? ഒരുപാട് ദൂരേക്ക് പോയിന്ന് കരുതിയെങ്കിലും അത് എന്നെ തേടി തേടി വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ എനിക്ക് ആ മനസ്സറിയാം. ആ മനസ്സിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ അറിയാം. എല്ലാം ഒന്നാ. ഈ ആശുപത്രി കിടക്കയില്ല ഇതിനേക്കാൾ നല്ലൊരു ആശ്വാസം എനിക്ക് കിട്ടാനില്ല. ാണല്ലോ ചേച്ചി എന്താ ഈ നേരത്ത്? ചേച്ചി. ശ്രുതി, നീ ഉറക്കായിരുന്നോ? അതെ. ചേച്ചി ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നേരെ ഒരുപാടായല്ലോ. അവിടെ എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇല്ല മോളെ. ഒന്നുമില്ലാതെ ചേച്ചി എന്നെ വിളിക്കില്ല. എന്താ കാര്യം? ഒന്നുമില്ല. നിന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വെറുതെ. ചേച്ചി കരയുവാണോ? ചേച്ചി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ അച്ഛനെ വിളിക്കട്ടെ? വേണ്ട, ആരും വിളിക്കണ്ട. ചേച്ചി നിന്നോട് മാപ്പ് പറയാൻ വിളിച്ചതാ. എന്തിന്? നിന്റെ വാക്ക് കേൾക്കാതെ പോയതിന്, ഇങ്ങനൊരു കല്യാണത്തിന് സമ്മതിച്ചതിന്. ആവർത്തിച്ച് നിങ്ങൾ പറഞ്ഞിട്ടും ഞാൻ കേട്ടില്ല. എന്റെ ഇഷ്ടം, എന്റെ തീരുമാനം, അതങ്ങനെ നിന്നോട്ടെ.
അതിനിപ്പോ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. എന്താ ഉണ്ടായത്? എന്റെ എല്ലാ സ്വപ്നങ്ങളും തകർന്നു. അയാളൊരു മനുഷ്യനാണെന്ന് പോലെ എനിക്ക് സംശയമുണ്ട്. ഓരോ ദിവസവും കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന വാക്കുകൾ നെഞ്ചിലൂടെ നിറച്ചു കയറാണ്. പെണ്ണെന്ന് പറയുന്നത് അയാൾക്ക് വേറൊരു കളിപ്പാട്ടം മാത്രം. അയാൾക്ക് വേദനിപ്പിച്ച് സന്തോഷിക്കാനുള്ള ഒരു കളിപ്പാട്ടം. എല്ലാം മനസ്സിലായില്ലേ? പിന്നെന്തിനാ ചേച്ചി അവിടെ നിൽക്കുന്നേ? ഞാൻ അച്ഛനോടും വലിച്ചനോടും പറയാം. അവര് വരും, അവര് സംസാരിക്കും. വേണ്ട മോളെ, മനസ്സിലിരിക്കാതായപ്പോ ഞാൻ നിന്നെ വിളിച്ചു എന്നേ ഉള്ളൂ. അച്ഛനോട് പറയരുത്, ചെറിയച്ഛനെ അറിയിക്കരുത്. അത് വേണ്ടി വരുമ്പോ ഞാൻ തന്നെ പറഞ്ഞോളാം. ചേച്ചി, അത് അപകടമാണ്. ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ? അതൊന്നും സംഭവിക്കില്ല. 100 വിശ്വാസങ്ങൾ തെറ്റിയ പോലും എന്റെ ഒരു വിശ്വാസത്തിന് കോട്ടമൊന്നും സംഭവിച്ചിട്ടില്ല. ആ അമ്മ എന്നെ കാത്തിരക്ഷിക്കും. എന്റെ ധൈര്യം അത് മാത്രമാണ് മോളെ. ആ അമ്മ ഒന്ന് ചേർത്ത് പിടിച്ചാല് ചേച്ചി പിന്നെ കരയില്ല. അതിനേക്കാണ് സുരക്ഷിതമായൊരിടം ചേച്ചിക്ക് വേറെ കിട്ടില്ല. മനസ്സ് വല്ലാതെ കലങ്ങി മറിയ. ഒരു തീരുമാനത്തിൽ എത്തണമെങ്കിൽ എനിക്ക് സമയം വേണം. തിടുക്കപ്പെട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും. പക്ഷെ സൂര്യനെ അടിഞ്ഞുറുദിപ്പിക്കാൻ പറ്റില്ലല്ലോ. അതുപോലെയാ ജീവന്റെ സ്വഭാവം മാറ്റുന്നതും. മനസ്സിലെ വിങ്ങല് വല്ലാതായപ്പോ ആരോടെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നി. ഇപ്പൊ എന്റെ ഉള്ളൊഴിഞ്ഞു. മോളെ, അച്ഛനോടും ചെറിയച്ഛനോടും ഇതിപ്പോ പറയരുത്. ഞാൻ മോളെ വിശ്വസിച്ചോട്ടെ. ഇങ്ങനൊരു കാര്യം അറിഞ്ഞ എന്റെ അച്ഛൻ പിന്നെ ഉണ്ടാവില്ല. അച്ഛന്റെ ജീവനാ ഞാൻ നിന്നോട് ചോദിക്കുന്ന. എങ്കിൽ നീ ഫോൺ വെച്ചോ, ഞാൻ വിളിക്കാം. എന്നാ ശരി മോളെ. ചെടികളൊക്കെ ആകെ വാടി നിൽക്കുകയാണല്ലോ. എന്നാ ഇപ്പൊ തന്നെ വെള്ളം ഒഴിക്കാൻ ഇറങ്ങിക്കോ. അത് വേണ്ടത് എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ഡോക്ടർ പറഞ്ഞ എന്താണെന്ന് കേട്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് കനപ്പെട്ട ഒന്നും ചെയ്യാൻ പാടില്ല. ഞാനേ ഇരുന്നിടത്ത് എഴുന്നേക്കാൻ സമ്മതിക്കില്ല. അതിനേക്കാൾ ഭേദം എന്നെ ജീവനോടെ കുഴിച്ചു മൂടുന്നത്. അമ്മാവ മണ്ണും മരങ്ങളും ഇല്ലാത്ത ഒരു കൃഷിക്കാരന്റെ മുറിവ് എങ്ങനെ ഉണങ്ങാനാ? മതി മതി, നീ അകത്തേക്ക് കയറ്. സാധനങ്ങള് ഞാൻ എടുത്തോളാം. ചെല്ല് വാ. അതെ, ആശുപത്രി കിടന്നിട്ട് വരികയാണെന്നുള്ള കാരുണ്യൊന്നും വീണയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കണ്ട. കേട്ടല്ലോ, മനുഷ്യത്വം എന്നുള്ളത് അവളുടെ അടുത്തൂടി പോലും പോയിട്ടില്ല. ഈ അവസ്ഥയിലും നിന്നോട് കുത്തുവാക്കുകൾ പറയാനായിരിക്കും അവള് ശ്രമിക്കുക. നീയേ അതൊന്നും കേട്ടില്ലെന്ന് കരുതിയാ മതി. ചില കാര്യങ്ങൾ 1-2 തവണ നെഞ്ചി തറയ്ക്കുമ്പോ അത് വേദനയായിരിക്കും.
പിന്നെ അതങ്ങ് ശീലമാവും. അവൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ശ്രദ്ധിച്ച് നടക്കണ്ടേ ഹരിയേട്ടാ? വാ. എന്തു പറ്റി വീണയ്ക്ക്? വല്ലാത്ത മാറ്റമാണല്ലോ. കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ചായ എടുക്കട്ടെ അതോ മോരും വെള്ളം മതിയോ? ഇപ്പൊ ഒന്നും വേണ്ട, കുറച്ച് കഴിയട്ടെ. വേണുട്ടാ, മരുന്നിന്റെ ക്രമമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ലേ? മരുന്ന് എവിടെ? ഇത് ഒരുപാടുണ്ടല്ലോ. എല്ലാ സമയത്തിന് കഴിക്കണേ ഹരിയേട്ടാ. ഞാൻ എല്ലാം നോക്കി സമയത്തിന് തന്നോളാം. ഹരിയേട്ടനൊന്ന് റെസ്റ്റ് എടുക്കണോ? ഒന്ന് കിടക്കണോ? വേണ്ട, ഞാൻ കുറച്ചേരം ഇവിടെ ഇരുന്നോളാം. എന്നാ പിന്നെ ഞാനെല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞു വിരിക്കാം. ആകെ പൊടി പിടിച്ചിട്ടുണ്ടാവും. അച്ഛാ, ചായ ഞാൻ വെച്ചോളാം, അച്ഛൻ വെക്കണ്ട. അനുകമ്പയാണോ അതോ ശരിക്കുള്ള മാറ്റമാണോ? വേണു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ചില ആളുകള് നമ്മുടെ മുഖത്ത് നോക്കി ചിരിക്കുമ്പോൾ അവർക്ക് നമ്മളിൽ നിന്ന് എന്തെങ്കിലും സാധിച്ചെടുക്കാനുണ്ടാവും. ഇനി എന്താണാവോ?
ആളുകളുടെ മുമ്പില് എന്തൊക്കെയാ പറഞ്ഞു നടക്കുന്നത്? നാട്ടിൻപുറത്തിന്റെ പരിശുദ്ധി, നന്മയുള്ള മനസ്സ്. പക്ഷേ ചെയ്തു കൂട്ടുന്നൊന്നും അവരാരും അറിയുന്നില്ലല്ലോ. നാട്ടിൻപുറത്തെ നന്മയുള്ള പെണ്ണുങ്ങള് അണിഞ്ഞൊരുങ്ങി ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നു കേട്ടിട്ടുണ്ട്. ഇവിടെ കാണിക്കുന്നത് വേറെ ചിലരെയാ. ചെക്കൻ ചെറുപ്പാ, വളയ്ക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അനാവശ്യം പറയരുത്. പറഞ്ഞൊരു മാന്യതയില്ലാത്തവനായിട്ട് മാറിയിട്ടുണ്ട്. ഞാൻ നാട്ടിൻപുറത്തുകാരിയാ. നന്മയുടെ അവകാശവാദമൊന്നും ഞാൻ ആരോടും പറയാറില്ല. അന്തസ്സോട് ജീവിച്ചിട്ടേ ഉള്ളൂ ഇതുവരെ. അന്തസ്സില്ലായ്മ മനസ്സിലുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. മനസ്സിലാവില്ല. അപ്പുറത്തോ ഇപ്പുറത്തോ നിന്നുള്ള ഈ കൃത്യത കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവില്ല. ഞാൻ എന്താടി പൊട്ടനാണെന്നാണ് നീ കരുതിയേ? ഇവിടെ നടക്കുന്ന കള്ളക്കളികള് എനിക്കറിയാമേലെന്ന് നീ കരുതണ്ട. ചികിത്സയാണ് വേണ്ടത്. സ്വന്തം അമ്മയെ പോലെ സംശയത്തോടെ നോക്കുന്ന ഈ ഭ്രാന്ത് ചികിത്സിച്ച മതിയാവും. അങ്ങനെ അങ്ങ് പോയാലോ? കാത്തു നിൽക്കുന്നവനെ വിഷമാവണ്ട. മോളെ, പൂ വറുത്തില്ലേ മോളെ? ഇല്ലമ്മേ, ഞാൻ ജ്യോതിയോട് പറയാം. എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. നിക്ക്. എന്തു പറ്റി നിനക്ക്? മുഖമൊക്കെ വല്ലാതിരിക്കുന്നല്ലോ. ഏയ് ഒന്നുമില്ലമ്മേ. കാര്യം പറ കുട്ടേ. പൂ പറിക്കാൻ വേണ്ടി പുറത്തു പോയിട്ട് മോളിങ്ങനെ കൈയും വീശി വരില്ലല്ലോ. അത് ഞാൻ പുറത്തിറങ്ങിയതാ. അപ്പോ എന്തോ ഒരു പേടി പോലെ. ഈ മുറ്റത്തിറങ്ങാൻ പേടിയോ? ജീവൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? ചോദിച്ചത് കേട്ടില്ലേ? അവൻ നിന്നോട് ദേഷ്യപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞോന്ന്? മോനെ, എന്താമ്മേ? നീ എന്താടാ മോളോട് പറഞ്ഞേ? എന്തു പറയാൻ? ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഇയാളകത്തേക്ക് കയറി പോരുന്ന കണ്ടു. എന്താ അമ്മേ? ഒന്നുമില്ല. മോള് പോയി പൂവെടുത്തിട്ട് വാ. അമ്മ പൂജാമുറിയില് വിളക്ക് കത്തിക്കാൻ പോവാ. അമ്മേ, അത് പോയിട്ട് വാ കുട്ടി.